ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു JM Triple X. ഇപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും അല്ല, അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയും അല്ല കേട്ടോ. നല്ലൊരു ചിക്കൻ ഫ്രൈ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഡിഷാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം 600 ഗ്രാം ചിക്കനായിട്ട് എടുത്തിട്ടുള്ളത്. അത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എടുത്തു വെച്ചതാണ് കേട്ടോ. ഇനി അതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണ് മാത്രം മതി. അതിനുശേഷം 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം 1/4 ടീസ്പൂണ് ചിക്കൻ പൗഡറാണ്, ചിക്കൻ മസാലയായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം ഇതിനടുത്ത് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. നിങ്ങളെ കയ്യിൽ പേസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ആക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചതച്ചതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. കൈ വെച്ച് കണ്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിലൊന്നായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 30 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. മിനിമം ഒരു 15 മിനിറ്റ് നേരമെങ്കിലും ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിലേക്കൊരു മസാലക്കൂട്ട് ചേർത്തെടുക്കാനുണ്ട്. അതിന് ഞാനിവിടെ ഒരു ചെറിയൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ആട്ട ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിൽ മല്ലി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അതിനുശേഷം 2 ടേബിൾ സ്പൂണ് കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തത് ചേർക്കുന്നത് വലിയ ജീരക കേട്ടോ, പെരുംജീരകം എന്ന് പറയുന്ന വലിയ ജീരകമാണ് അടുത്ത് ചേർത്ത് കൊടുക്കുന്നത്. അത് ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ഏലക്കായും അതുപോലെ തന്നെ ഒരു ചെറിയൊരു കറുകാപ്പട്ടൻ്റെ ഒരു ചെറിയൊരു പൊട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3 വറ്റൽ മുളക് ഇതുപോലെ നടുവൊന്ന് പൊട്ടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നല്ലോണം തൊന്ന് പൊടിച്ച് കാണ്ട് വരണം കേട്ടോ. ഈ രീതിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ കടായി നല്ല ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം 1/2 ടീസ്പൂണ് നല്ല ജീരകാട്ട ചേർത്ത് കൊടുക്കുന്നത്, അതായത് ചെറിയ ജീരകമാണ് ചേർക്കുന്നത്. അതിനുശേഷം ഒരു സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ സവാളൊക്കെ ഒന്ന് വഴറ്റി വരണം. എന്നിട്ട് ഈ രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഈ ഒരു ടൈമിൽ വേണം നമ്മുടെ ചിക്കന് 30 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടത്. എന്തായാലും മസ്റ്റായിട്ടും എല്ലാവരും വീട്ടിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ കണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണം കേട്ടോ. ഇനി എല്ലാ ഭാഗത്തൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം ഒന്ന് അടച്ചിട്ട് കാണുന്ന വേവിച്ചെടുക്കാം. നമ്മൾ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. ആ ചിക്കനിലെ വെള്ളം തന്നെ ഇറങ്ങിയപ്പോൾ ഇതാക്കണം അത്യാവശ്യം വെള്ളമുണ്ട്. ഈ ഒരു വെള്ളത്തിലാണ് നമ്മളിതൊന്ന് ഉണ്ടാക്കി നോക്കുന്നത്. നമുക്ക് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു മസാലക്കൂട്ടും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ചേർത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലോണം ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ആ മസാലപ്പൊടിയൊക്കെ എത്തുന്ന വിധത്തിലൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം വറ്റുന്ന വരെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് റോസ്റ്റ് ആയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ കുറച്ച് ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. അല്ല നിങ്ങൾക്ക് ഫ്രൈ ആയിക്കാണ്ടാണ് വേണമെന്നുണ്ടെങ്കിൽ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്ന വരെ ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ അത്യാവശ്യം നല്ല വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ രീതിയിലൊന്നായി വന്നിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ചിക്കൻ വെച്ച് കാണ്ട് കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കി മടുത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കാണ്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. വളരെ ടേസ്റ്റാണ്, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി വിഭവമാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇതുപോലെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ടാക്കുക. നാളെ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ബൈ, അസ്സലാമു അലൈക്കും.